ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഡേ ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചുരിദാർ എടുക്കാൻ പോയിട്ട് നിങ്ങൾ പറയും അയ്യോ ഇതാണോ എടുത്തതെന്ന് ചോദിക്കുമെന്ന്. അതാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞ ഒരു യെല്ലോ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ, എനിക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് കേട്ടോ. നല്ലത് കാണും, അത് വേണം എന്ന് വയ്ക്കും, പിന്നെ അവസാനം ഇതിലോട്ട് പോവും. അങ്ങനെ എടുത്ത ഡ്രസ്സാണിത്. ഇത് എനിക്ക് വേണ്ടാന്നും പറഞ്ഞിരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുക്കാം. നോക്കി വയ്യ ഗൈസ് അങ്ങനെ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഐലൈനർ, പൊട്ടൊക്കെ വെച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 5:30-6 മണിക്ക് ഇറങ്ങി കേട്ടോ. 5:30-ക്ക് ഇറങ്ങി. ഇതിപ്പോൾ ഒരു 6 മണി 5:45 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഒരു പൊങ്കാല ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും കേട്ടോ. നമ്മൾ പോയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നൊരു ദിവസമാണ്. പെൺകുട്ടികൾക്കറിയാം കേട്ടോ, എന്നും പൊങ്കാല ഇടാൻ പോകുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഞാൻ ഡ്രസ്സ് ഫുള്ളും കാണിച്ചില്ല. ഇതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ. അങ്ങനെ ഒരു സിമ്പിൾ ചുരിദാർ, കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു കംഫർട്ടാണ് കേട്ടോ. കോട്ടണാണ്, നമുക്ക് സുഖമായിട്ട് ഇട്ടിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ ഭയങ്കര വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ചൊരു തണലുള്ള സ്ഥലം തന്നെയായിരുന്നേ. അങ്ങനെ നമ്മൾ പൊങ്കാലയിടാൻ വന്നു. അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഹാപ്പി വേറെ തന്നെയാണ് കേട്ടോ. ഇവരൊന്നും ഇല്ലാതെ നമ്മൾ പൊങ്കാലയിടാൻ വന്നാൽ ഒരു സന്തോഷവും കാണില്ല കേട്ടോ. ഇവരൊക്കെ ഒത്ത് ഉള്ളൊരു ദിവസം. അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ ഇതിനെ മനോഹരമാക്കുന്നതും അതുതന്നെയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് നടന്നു പോയി ശർക്കര വാങ്ങാൻ വേണ്ടി പോയി. കുറച്ചും കൂടി വേണമായിരുന്നേ. അങ്ങനെ ശർക്കര വാങ്ങാൻ വേണ്ടി കടയിലോട്ട് പോവുകയാണേ. മോന് കൂടെയുണ്ട്, നന്ദുക്കുട്ടിയുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ശർക്കര വാങ്ങാൻ പോയി. ശർക്കരയൊക്കെ വാങ്ങി നമ്മൾ തിരികെ വന്ന സമയത്ത് ഫുഡ് ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ആ സമയത്ത് അമ്മ ശർക്കരയൊക്കെ ഒന്ന് ഇളക്കിയിടുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് വന്ന് അല്ലെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് വന്നാൽ പിന്നെ നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെയായിരുന്നു. ഇവിടെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പടമൊക്കെ വച്ചിട്ട് ഭയങ്കരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിയില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴോട്ട് വന്ന വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ ഫുഡൊക്കെ വാങ്ങി നല്ല ഇഡ്ഡലി, സാമ്പാർ, പരിപ്പ് വട, ചമ്മന്തി, സൂപ്പർ ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് മടിയുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സീരിയസ്ലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മോനും വാരി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തെരളി അത് ഉണ്ടാക്കണേ. അങ്ങനെ തെരളിക്കുള്ളതെല്ലാം കുഴച്ചെടുത്ത് നമ്മളത് റെഡിയാക്കി. നമ്മൾ വീട്ടിൽ എത്ര തെരളി ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് ഈ വെയിലത്തും ചൂടത്തും ഒക്കെ നിന്ന് തീയെല്ലാം കത്തിച്ച് നമ്മൾ വിറകല്ലല്ലോ, നമ്മൾ ഈ ചൂട്ടും കൊതുമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഉണ്ടാക്കുന്ന തെരളിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ ഈ തീ കത്തിക്കേണ്ട സമയമായി. തീ കത്തിച്ചു. വലിയ തീയൊന്നും ഭയങ്കര പുകയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നിന്നത്, അതുകൊണ്ട് തന്നെ വലിയ പുകയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ അടുപ്പെല്ലാം കത്തിച്ച് ഇനി അടുത്ത് പൊങ്കാല ഇടുന്ന സമയമാണ്. ഭയങ്കര ബ്ലെസ്ഡ് ആയ ദിവസം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് ഇടുന്നത് കേട്ടോ പൊങ്കാല. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നേദിക്കുന്ന ആൾ വന്ന് പെട്ടെന്ന് പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ പൊങ്കാലയൊക്കെ നേദിച്ച് പിന്നെ നമ്മൾ തിരികെ പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. പക്ഷേ നമ്മൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നേ. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ബ്ലോക്കിൽ നമ്മൾ പെട്ടെന്ന് വീടെത്തി. നമ്മൾ 2 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ നിന്നിട്ടാണ് ഈ പോകുന്നത്. ഇവരിനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവരെയും വിടും. അങ്ങനെ അപ്പോൾ ഒരു നല്ല ദിവസം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.